അസ്സലാമു അലൈക്കും. VTRനെ കുറിച്ച് പറയാന്നുള്ളതാണ് വാസ്തവത്തിൽ എനിക്കിന്ന് ചെയ്യാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ഓടിപ്പടഞ്ഞ് എത്താൻ ശ്രമിച്ചതും. കാരണം VTR എൻ്റെ ഉസ്താദുമാരിൽ ഒരാളായിരുന്നു, കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരാളായിരുന്നു. 81 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ വാപ്പായുടെ കൂടെ കൽപ്പക ഓഡിറ്റോറിയത്തിൽ VTR താമസിക്കുമ്പോൾ VTRനെ കാണാൻ പോയതായിരുന്നു ആദ്യത്തെ കാഴ്ച. അത് ദലിത് വോയിസ് ഇറങ്ങുന്ന ആ കൊല്ലമാണത്. ഇംഗ്ലീഷിൽ ദലിത് വോയിസ് ഇറങ്ങുന്ന കൊല്ലമായിരുന്നു. അതിനുശേഷം ദലിത് വോയിസ് വീട്ടിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നു. വളരെ സിമ്പിളായ ഇംഗ്ലീഷായിരുന്നു ദലിത് വോയിസിൽ. വളരെ സ്കേറ്റിംഗ് ആയ നേർക്ക് നേരെയുള്ള ലാംഗ്വേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ അത് വളരെ രസകരമായി തോന്നുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ഥിരമായി നോക്കും ദലിത് വോയിസ്. അങ്ങനെ VTRുമായി അടുക്കുകയും പിന്നീട് കർണാടക സ്റ്റേറ്റിൽ തന്നെ ജീവിക്കേണ്ടി വരികയും പലപ്പോഴും VTR പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ നാട്ടിൽ നിന്നാണ് ഇയാൾ പെണ്ണ് കെട്ടിയിട്ടുള്ളതെന്ന് ഇടയ്ക്കിടയ്ക്ക് VTR പറയാറുണ്ടായിരുന്നു. വന്തിപെട്ടു വളരെ അടുത്താണ്, ഉടുപ്പി ജില്ലയിൽ തന്നെയാണ്, എൻ്റെ വൈഫ് ഉടുപ്പിയിൽ തന്നെയാണ്. അപ്പോൾ ഉടുപ്പിയെ കുറിച്ചും VTR എപ്പോഴും പറയും. ഇത് മാത്രമല്ല, BDS പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 6 മാസത്തിലൊരിക്കൽ VTRനെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിലെ പാലസ് ലോവർ ഓർച്ചാർഡ്സ് എന്ന് പറയുന്ന അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ഒരു ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആമസോണോ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ സബ്സ്റ്റാക്കോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് പുസ്തകങ്ങൾ കിട്ടണമെങ്കിൽ VTRൻ്റെ അടുത്ത് പോകണമായിരുന്നു. VTRൻ്റെ വീട്ടിലേക്ക് പുസ്തകങ്ങൾ വന്നുകൊണ്ടിരുന്നത്, പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് ചാക്കിലായിരുന്നു. എല്ലാ ദിവസവും ചാക്കിൽ പുസ്തകം വരും, വലിയ ചാക്കിൽ. എന്നിട്ട് അതവിടെ ഇങ്ങനെ നീക്കി വെക്കും. ഒഴിവ് കിട്ടുമ്പോൾ അതൊക്കെ എടുത്തു നോക്കും. നമ്മൾ പോയാലും കുറച്ച് ചാക്കുകൾ അവിടെ ഉണ്ടാവും, നോക്കിക്കോളാൻ പറയും. അപ്പോൾ അതിൽ നിന്ന് നോക്കി നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം പുള്ളി ഒന്ന് നോക്കിയിട്ടാ എടുത്തോന്ന് പറയും. അങ്ങനെയായിരുന്നു പുസ്തകങ്ങൾ VTRൻ്റെ അടുത്ത് കിട്ടിയിരുന്നത്. ഒരിക്കൽ VTR പറഞ്ഞു, VTRൻ്റെ സബ്സ്ക്രിപ്ഷൻ, ദലിത് വോയിസിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ പുസ്തകം ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, കുട്ടിയമ്മൂന്ന് ഇതിൽ പേരുണ്ട്, അത് നിൻ്റെ അച്ഛൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അത് വെട്ടി മുമ്പ് പോയില്ലേ എന്ന് ചോദിച്ചു. ആ പോയി എന്ന് പറഞ്ഞു. പിന്നെ അബൂബക്കർ എന്നും കാണുന്നുണ്ട്, അതെൻ്റെ വാപ്പാൻ്റെ പേരാണ്, അയാളും ഇപ്പം അത് വായിക്കണമൊന്നുമില്ല പറഞ്ഞിട്ട് അതും വെട്ടിയെ കാണിച്ചു തന്നു. ഇപ്പം നീ പൈസ തരാതെ അത് വാങ്ങുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇപ്പം നീ എത്തിയിട്ടുള്ളത്, ഇതും വെട്ടേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്ന് എന്നോട് പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഒരു രീതിയാണിതെന്നും പറഞ്ഞു. കച്ചവടത്തിനൊക്കെ പൈസ ചിലവാക്കുള്ളൂ, പുസ്തകത്തിന് പൈസ ചിലവാക്കൂല എന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ മകനുണ്ടായിരുന്നു അലി. അവൻ പറഞ്ഞു, ഞാൻ 4 ജനറേഷനായി കാണുന്നു, എന്നിട്ടും നിങ്ങൾ മുസ്ലിങ്ങളിൽ ഒരു വലിയ മാറ്റമൊന്നും വന്നില്ലല്ലോടോ എന്നൊരു വിഷമവും VTR എന്നോട് അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കാണ്. ഞാനും മകനും കൂടെ അവിടെ നിൽക്കുമ്പോൾ 4 ജനറേഷനുമായിട്ട് VTRുമായുള്ള ബന്ധം 81 തുടങ്ങിയിട്ട് 2011 അത് തീരുന്നത് വരെ. 2011 ദലിത് വോയിസ് നിർത്തുകയും അതിനുശേഷം VTR മംഗലാപുരത്തേക്ക് ഒരു ചെറിയ സ്റ്റിൻറ്റ്, കുറച്ചു കാലം ഡൽഹിയിൽ ഒരു ശ്രമം നടത്തി നോക്കി. ഈ തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ വളരെ നല്ലൊരു ക്രിയേഷനാണ്, ഒരു സൃഷ്ടിയാണ്. തലസ്ഥാനങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു സ്ഥാനവും ഇല്ല, തലക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരാരും അവിടെ പോയി ഡൽഹി പോയി വല്ലതും ചെയ്യാൻ ശ്രമിച്ചാൽ ഉടനെ അവരെ പാക്ക് ചെയ്ത് തിരിച്ചയക്കും. അങ്ങനെ VTRനെ വളരെ അതിക്രൂരമായിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചയക്കുക ചെയ്യുന്നത്. പിന്നീട് മംഗലാപുരത്ത് ഏതെങ്കിലും ഒരു പ്രസ്സിൽ ദലിത് വോയിസ് അടിച്ചു കിട്ടാൻ വേണ്ടി VTR ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മംഗലാപുരത്ത് VTR പറഞ്ഞു, ഇവിടെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് VTR പറഞ്ഞതും VTRനെ വീട്ടിൽ പോയി കാണുന്നതും അവസാനം 1 കൊല്ലം മുമ്പാണ് ഞാൻ VTRനെ ലാസ്റ്റ് മംഗലാപുരം പോകുമ്പോൾ കാണുന്നത്. അന്ന് വയ്യായിരുന്നു, ഓർമ്മയൊക്കെ കുറച്ച് പോയി തുടങ്ങിയിരുന്നു. ഒരിക്കൽ പറഞ്ഞു, പുസ്തകങ്ങളൊക്കെ നീ എടുത്ത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് ആർക്കെങ്കിലും വിറ്റോ, കണക്ക് ചോദിക്കല്ലേ ഇപ്പോൾ. VTRൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുകയും പിന്നീട് പ്രഭാരേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് നമ്മൾ, അതായിരുന്നു അവസാനത്തെ ഒരു ചടങ്ങ് ഞാൻ കണ്ടത്. അത് പിന്നെ എടവനക്കാട് വെച്ചിട്ട് VTRും അന്ന് അവിടെ വന്നിരുന്നു. അതായിരുന്നു VTRൻ്റെ ലാസ്റ്റ് ഒരു ചടങ്ങ് കണ്ടത്. പക്ഷേ ഇത്രയും മഹാനായ ഒരാൾ ജാതീയതയെക്കുറിച്ച് അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ ചിന്തയെക്കുറിച്ച് ഇത്ര മനോഹരമായ ആളുകൾക്ക് പരിചയപ്പെടും. പഞ്ചാബും തുടങ്ങി ലക്നൌവിൽ
ഗുജറാത്തിൽ, വെസ്റ്റ് ബംഗാളിൽ, എല്ലായിടത്തും ദലിത് വോയിസിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അവരൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒബിറ്റ് എഴുതുന്നത് വളരെ മോശമായിട്ടായിരുന്നു നമ്മൾ കണ്ടത്. ഞാൻ കണ്ടത്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, 2 ഒബിച്വറി മാത്രമാണ് VTRൻ്റെത് ഞാൻ കണ്ടത്. ഒന്ന് മീന കന്ദസ്വാമിയുടെയും. മീന കന്ദസ്വാമി ട്വീറ്റ് ചെയ്തിരുന്നു, അത് ട്വിറ്ററിലുണ്ടായിരുന്നു. അതൊരു നല്ല ഒബിറ്റാണ്. പക്ഷെ മീന കന്ദസ്വാമി പറയുന്നത് മീന കന്ദസ്വാമി VTRനെ ആദ്യമായി കാണുന്നത് 2000-ലാണ്. അതായത് നമ്മൾ കണ്ടിട്ട് 19 കൊല്ലം കഴിഞ്ഞിട്ടാണ് മീന കന്ദസ്വാമി കാണുന്നത്. മീന കന്ദസ്വാമി വളരെ യങ് ആണ്. അപ്പോൾ മീന കന്ദസ്വാമിയായിട്ടുള്ള ബന്ധം വളരെ ലൂസിഡ്, വളരെ നല്ല രീതിയിൽ മീന കന്ദസ്വാമി വളരെ കുറഞ്ഞ, ഏകദേശം ഒരു 500 വേർഡ്സിൽ കുറഞ്ഞ ഒരു എസ്സേയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ദലിത് ചിന്തയെ കാര്യമായി ഉയർത്തിപ്പിടിക്കുന്ന സൂരജ് യങ്ഡെയാണ്. സൂരജ് യങ്ഡെ ഹാർവാർഡിലാണ്. ഹാർവാർഡിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂരജ് യങ്ഡെയുടെ അദ്ദേഹത്തിൻ്റെ ദലിതാലിറ്റി എന്ന് പറയുന്ന, അയാൾ സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പങ്ക്തിയിൽ സൂരജ് യങ്ഡെ VTRനെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സൂരജ് യങ്ഡെയും മീന കന്ദസ്വാമിയെയും ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറേ ഒക്കെ ഈ കാര്യങ്ങൾ കിട്ടും VTRനെ കുറിച്ചുള്ളത്. പിന്നെ 3-4 കാര്യങ്ങൾ മാത്രം VTR സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന, നമ്മളെ മനസ്സിൽ അങ്ങോട്ട് പിടിച്ചു പോയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, VTR ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്ത പുലർത്തിയിരുന്ന ആളായിരുന്നു. കാർൽ മാർക്സിന്റെ പടവും ലെനിന്റെ പടവും വീട്ടിലുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു. വീട്ടിൽ അത് രണ്ടും, ബാബാ സാഹിബിന്റെ പടവും ജ്യോതിബ പൂലെയുടെ പടവും അതിൻ്റെ ഒക്കെ കൂടെ ഇത് അവിടെ ഉണ്ട് വീട്ടിൽ, ആ ചെറിയ വീട്ടിൽ, പാലസ് ലോവർ ഓർച്ചാർഡ്സിൽ. ആ കമ്മ്യൂണിസ്റ്റ് ചിന്തയിലാണ് VTR. ഞാൻ ഇങ്ങോട്ട് തിരിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ആന്ന് പറഞ്ഞാലേ എനിക്കൊരു ധൈര്യമുള്ളൂ. ഇദ്ദേഹമാണ് എനിക്കിതൊക്കെ കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതും. പിന്നീട് പല സ്ഥലങ്ങളിലും നമ്മളാണ് പോയിട്ടുള്ളതും ഇതിനു വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുള്ളതും. ഇപ്പോഴും എനിക്ക് സങ്കടം മാറിയിട്ടില്ല. കാരണം ദലിത് ചിന്തയെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പണ്ഡിതയായിരുന്നു, വൈറ്റ് ലേഡി സ്കോളർ ആയിരുന്നു ഗെയിൽ ലോംബെത്ത്. ഗെയിൽ ലോംബെത്തിനെ കാണാൻ പോകാൻ വേണ്ടി ഞങ്ങൾ 2 ആളും കൂടി ഒരു 5-8 കൊല്ലം പദ്ധതി ഇട്ട് അവസാനം അവളെ മരിച്ചു. കസഗാവ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലത്താണ് ഗെയിൽ ലോംബെത്ത് വർക്ക് ചെയ്യുന്നത്. ഗെയിൽ ലോംബെത്തുമായിട്ട് പലപ്പോഴും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ മകളും വളരെ ആക്റ്റീവാണ്. പ്രാചി എന്നാണ് അവരുടെ പേര്. അവർ ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകൾക്ക് പ്രാചിയെ ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നതാണ്. ഞാൻ വെറുതെ പോയിന്റേഴ്സ് മാത്രം പറയാം. അപ്പോൾ ഈ നിലക്കാണ് ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്. ഞാനും വാസുവേട്ടനും ഏകദേശം ഒരേ സമയത്ത് അംബേദ്കറിനെ കണ്ടതെന്നാണ് കഴിഞ്ഞ ആഴ്ച വാസുവേട്ടൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഒരു ധൈര്യമുണ്ട്, വാസുവേട്ടനെ നോക്കണ്ട, ഇവിടെ നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോ ഈ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ചുവപ്പെന്ന് തുടങ്ങിയിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്തയും തുടങ്ങിയിട്ട് VTR ജാതിയെ, സമുദായത്തെ മനസ്സിലായി. ഇപ്പൊ നേരത്തെ സമുദായത്തെ കുറിച്ച് പറഞ്ഞു, ജാതിയും സമുദായവും എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞു. വാസ്തവത്തില് ജാതി എന്നുള്ളതോ സമുദായം എന്നുള്ളതോ മനസ്സിലാകാത്ത ഒരു സമുദായമാണ് നമ്മളെ അല്ലെങ്കിൽ മുസ്ലിം. ഞാൻ മുസ്ലിമാണല്ലോ. അപ്പൊ മുസ്ലിം എന്നുള്ള സംഗതിയെ മറ്റുള്ളവര്, അതായത് ജാതി, ഉയർത്തപ്പെട്ട ജാതിയിലുള്ള ആളുകൾ ഒരു ജാതിയായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഇതൊരു വേറെന്തെങ്കിലും ഒന്നായിട്ടല്ല, ഒരു മതമായിട്ടൊന്നും അല്ല കാണുന്നത്. കാരണം മതം എന്നുള്ളതിന് അവിടെ ഒരു നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇതിനെ ജാതിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൺവെർഷൻ എന്താന്നുള്ളത് അവർക്ക് മനസ്സിലാകാത്തതും. ഈ അടുത്ത് രേഖാരാജ് പറയണ്ടായി, മതത്തിലേക്കുള്ള പ്രവേശനമാണ്, അല്ലാണ്ട് മതപരിവർത്തനമല്ല എന്നുള്ളത്. മതം നിലനിൽക്കാത്തത് കൊണ്ട് മതം മാറുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ജാതിയിലേക്ക് വേറൊരു ജാതിയിൽ നിന്ന് എങ്ങനെ മതം മാറും? മതം മാറ്റം സാധ്യമല്ല. അത് അംബേദ്കർ മാറിയിട്ടുണ്ട്. അതാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ ബുദ്ധിസത്തിലേക്കാണ് മാറിയത്. എല്ലാം പരിഗണിച്ചതിന് ശേഷം അംബേദ്കറിന്റെ ചിന്തയിൽ അങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്, വലിയ വിഷയമാണ്. ഈ അടുത്ത് ബിജു വിനായരും അതിനെക്കുറിച്ച് എഴുതിയിരുന്നു, ഈ മതം മാറ്റത്തെക്കുറിച്ച്. അത് വളരെ കാര്യമായൊരു ടോപ്പിക്കാണ്, ആരും ചർച്ച ചെയ്യാത്തതാണ്. കാരണം മതം മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ രാജ്യദ്രോഹമാവും. എങ്ങനെയാ ആവണമെന്നുള്ളത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒഴിവിൽ ചായ കുടിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു
ഇഷ്യൂ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസത്തിലൂടെ വന്നു. ജാതീയതയും ഇന്ത്യയിലുള്ള സാമൂഹ്യ BSO എന്നാണ് പിന്നെ VTR പറയാറുള്ളത്, ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡർ. എപ്പോഴും ദലിത് വോയിസിൽ അതാ എഴുതുക, BSO. അപ്പൊ ഈ BSO മനസ്സിലാക്കിയതിന് ശേഷം VTR ബ്ലാക്ക് പാന്തേഴ്സിനെയാണ് ആദ്യം കണ്ടെത്തുന്നത്, ദലിത് പാന്തേഴ്സിന്റെ മുമ്പ്. ആഫ്രിക്കൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ കാര്യമായ മാറ്റങ്ങൾ, അതായത് വളരെ തുറന്നുള്ള അറ്റാക്ക് ഈ ബ്ലാക്ക് പാന്തേഴ്സിന്റെ കയ്യിൽ നിന്നാണ് VTRന് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, പലപ്പോഴും പറയാറുണ്ട്, ഇതാണ് വായിക്കേണ്ടത്, US നടക്കുന്ന ആഫ്രിക്കൻ അമേരിക്കൻ ചലനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ നീങ്ങണം എന്നുള്ളത് മനസ്സിലാവുന്ന VTR പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരി തന്നെയല്ലേ? അപ്പോൾ തെറ്റെന്തെങ്കിലും വരുമ്പം പ്രഭാരേട്ടൻ എന്തായാലും പറയുന്നതാണ്. അപ്പൊ ഈ നിലക്ക് വരികയും പിന്നീടാണ് നീല നിറത്തിലേക്ക് പൂർണ്ണമായും അംബേദ്കർ VTR അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നീല നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ബണ്ട് സമുദായത്തിൽ നിന്നുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഷെട്ടി എന്ന് പറയും, കുറെ ഷെട്ടിമാര് അവരെ പറയാറുണ്ട്. അവർ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു പറയാലോ അല്ലെ, നായർ സമുദായം ശൂദ്ര സമുദായം അല്ലല്ലോ, നായർ സമുദായം ശൂദ്ര സമുദായം അല്ലല്ലോ, അല്ല ക്ഷത്രിയ സമുദായം അല്ലല്ലോ, ശൂദ്ര സമുദായമാണ് നായർ സമുദായം. അപ്പൊ ഈ ശൂദ്രന് പ്രമോഷൻ കിട്ടി ക്ഷത്രിയനായതാണ് നായർ സമുദായം. അതുപോലെ ദലിത് ബണ്ട് സമുദായം ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്നതാണ്. വാരിയർ ഒരു സമുദായമാണ്. അവർ കാടുകളിൽ താമസിക്കുകയും അറ്റാക്ക് ചെയ്യുകയും, അതൊക്കെ കുലത്തൊഴിലായിട്ടാട്ടോ കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ അറ്റാക്ക് ചെയ്യുകയും പൈസ കൊണ്ടുപോവുകയും ചെയ്യുന്ന സമുദായമാണെന്നാ പറയാ. പക്ഷെ ഇവരെ കർണാടകയിൽ ഇത്തരം ശക്തിയുള്ള സമുദായങ്ങളെ പ്രമോഷൻ കൊടുത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജാതീയമായിട്ട് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ബണ്ടുകൾ ക്ഷത്രിയരായി മാറുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മേജർ ജനറൽ കരിയപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കരിയപ്പ എന്ന് പറയുന്നത് കൊടവ സമുദായത്തിൽ നിന്നുള്ള കൂർഗ് ഭാഗത്തുള്ള ആളുകളാണ്. കൊടവ സമുദായവും ഷെഡ്യൂൾഡ് ട്രൈബാണ്. ഈ ഷെഡ്യൂൾഡ് ട്രൈബുകളായ കൊടവകളും ബണ്ടുകളും രണ്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല ആരോഗ്യ. അപ്പൊ ഇവരെ വാരിയർ കാസ്റ്റായി ഉയർത്തുകയും ഇവരെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോ അവരെ ആർമിയിൽ കാര്യമായി കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ വിചാരിക്കും ബ്രിട്ടീഷുകാർ വന്നിട്ട് ആർമിയിലേക്ക് ആളെ കൂട്ടിയാൽ എന്താ ഉണ്ടാവുക? വാസ്തവത്തിൽ മോഡേണൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു ബ്രിട്ടീഷ് ആർമിയിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, ബാബാ സാഹിബ് അംബേദ്കറിന്റെ തന്നെ അച്ഛനായിരുന്ന ആള്, മഹാർ സമുദായത്തിലുള്ള ബാബാ സാഹിബ് അംബേദ്കറിന്റെ അച്ഛനെ ബ്രിട്ടീഷുകാർ പട്ടാളത്തിൽ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭീമാ കൊറിഗാൻ കേസ് മുഴുവൻ ഉണ്ടാകുന്നത്, അല്ലേ? മഹാർ റെജിമെന്റ് ഉണ്ടായിരുന്നു. ആ റെജിമെന്റിലൂടെയാണ്, ആ കാശിലൂടെയാണ് ബാബാ സാഹിബ് അംബേദ്കർ ജീവിച്ചതും കുറെയൊക്കെ പഠിച്ചതും. കുറച്ചൊക്കെ പിന്നീട് പൈസ ഇല്ല, ഗെയ്ക്വാദാണ് സഹായിക്കുന്നത്, രാജാവ്. അപ്പോൾ ഈ അവസ്ഥയിൽ ബ്ലാക്ക് ലിറ്ററേച്ചറും ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു സംഭവം, അതായത് ദലിത് ലിറ്ററേച്ചറിന്റെയും ബ്ലാക്ക് ലിറ്ററേച്ചറിന്റെയും വളരെ പാരലൽ ആയ ഒരു പോക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്നാണ് ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ സോഷ്യൽ വർക്കിനെ പറ്റി പറയാറുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സോഷ്യൽ വർക്ക് വളരെ കാര്യമായ ഒരു സംഗതിയാണല്ലോ. സാമൂഹ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം. അതിനെ VTR പറയുന്നത്, ഈ അഴുക്ക് ചാലുണ്ടല്ലോ, അഴുക്ക് ചാലില് അഴുക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കോരുന്നതിന് സമമാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്നാ പറഞ്ഞത്. നല്ലതാണ്, അഴുക്ക് ചാലിന് അവിടെ നിന്ന് കോരുന്നത് നല്ലതാണ്, അവിടെ വലിയ നാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, അത് ഈ രാഷ്ട്രീയമാണ് എന്നാണ് VTR പലപ്പോഴും പറഞ്ഞിട്ടും എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഡ്രെയിൻ ക്ലീൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് ഈ ഡ്രെയിൻ ക്ലീനിങ് നടക്കേണ്ടതാണ്. പക്ഷെ ഡ്രെയിനിനെ എങ്ങനെ വൃത്തിക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്ന് VTR പലപ്പോഴും പറയാൻ. എന്നോട് ചോദിക്കരുത് കേട്ടോ ഇനി ഡ്രെയിൻ എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടതെന്ന്, VTR പറഞ്ഞത്. പിന്നീട് പറഞ്ഞ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ VTR പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മുസ്ലിം സംഘടനകൾ മുസ്ലിങ്ങളെ നല്ല അടിമകളാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്യാറുള്ളത്.
നമ്മൾ ഓൾറെഡി അടിമകളാണ് ഈ സിസ്റ്റത്തിന്റെ. അപ്പൊ ഈ സിസ്റ്റത്തിന് കൂടുതൽ അടിമപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യങ്ങളെ കുറിച്ചാണ് മുസ്ലിങ്ങൾ ചിന്തിക്കാറുള്ളത് എന്ന് VTR സ്ഥിരമായി എന്നെ കാണുമ്പോൾ അത് കേട്ടിട്ട് മനം നൊന്തൊരു മനുഷ്യനാണ് ഞാൻ. എന്തടോ നന്നായിക്കൂടെ എന്ന് ചോദിക്കൂ, ഇനിയും ഇതന്നെ ചിന്തയുള്ളൂ എന്ന് ചോദിക്കും എപ്പോഴും. അപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള സംഘടനകൾ ഒരുവിധമെല്ലാം അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹം അങ്ങനെ പറയുള്ളൂ, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ആ ഒരു രീതിയില്ല, തോന്നിയത് അതുപോലെ അങ്ങ് പറയാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം VTR പലപ്പോഴും മേക്കിംഗ് സ്ലേവ്സ് ബെറ്റർ സ്ലേവ്സ്, ഇങ്ങനെയാണ് VTR സ്ഥിരമായിട്ട് ദലിത് വോയിസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. യു ആർ ഓൾറെഡി സ്ലേവ്സ് ആൻഡ് യു മേക്ക് യു ബെറ്റർ സ്ലേവ്സ് എന്നാണ് VTR സ്ഥിരമായിട്ട് പറയാറുള്ളത്. പിന്നെ VTR പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താധാരകളോടാണ്. അതായത് ക്ലാസ്, വർഗം, ഭാഷാപരമായ പ്രശ്നം അതിനൊക്കെ ഉണ്ടാവും. വർഗീയം എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം, കമ്മ്യൂണൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല പദമാണല്ലോ കമ്മ്യൂണൽ, പക്ഷെ ഇവിടെ വരുമ്പോൾ കമ്മ്യൂണൽ വേറെ അർത്ഥമാവുമല്ലോ. വർഗവും ജാതിയും വെച്ച് നോക്കുമ്പോൾ ജാതിയെ അഡ്രസ്സ് ചെയ്യാതെ വർഗത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതായത് ക്ലാസ് അല്ല അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ, പ്രൈമറിലി യു ഹാവ് ടു അഡ്രസ് കാസ്റ്റ്, അതിനുശേഷമാണ് നിങ്ങൾ ക്ലാസിനെ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് VTR പറയും. ജാതിയെ അഡ്രസ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ സമുദായത്തെ അഡ്രസ് ചെയ്താൽ ഈ ക്ലാസിന്റെ പ്രശ്നം തീരും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അത് വിയോജിക്കാം, നമുക്ക് വിയോജിക്കാം, എല്ലാവർക്കും വാസുവേട്ടനും വിയോജിക്കും, എന്നാലും കുഴപ്പമില്ല, ഇല്ലല്ലേ? ഇല്ല. അപ്പൊ പിന്നെ ഞാനും രക്ഷപ്പെട്ട്. ഇത് വെച്ചുകൊണ്ടാണ്. അതെ. അപ്പോ വാസുവിനെ കണ്ടതിന് സമാധാനമായിരിക്കും അവിടെ. അപ്പോ പിന്നീട് നമ്മുടെ ഭാഷയിൽ വരുന്ന പ്രശ്നം, ഭാഷയിൽ നമ്മൾ പല വാക്കുകളും അറിയാതെ ഉപയോഗിക്കും, ജാതീയത കയറി വരുന്ന പ്രശ്നം. ഈ അടുത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ കുട്ടിക്കൃഷ്ണൻ തങ്ങൾ അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം കണ്ടു എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ചോദ്യം ചോദിച്ചു. അപ്പൊ ഈ കുട്ടിക്കൃഷ്ണൻ തങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത്, അപ്പൊ തങ്ങൾ എന്നുള്ള പദം തങ്ങൾ മലയാളത്തിലേക്ക് അങ്ങനെ വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നബി തിരുമേനി നിങ്ങൾ എങ്ങനെയാ പറയണതെന്ന് ചോദിച്ചു. തിരുമേനി എന്നുള്ള പദം അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ വന്നത് അല്ലേ? തിരു ആയ മേനിയുള്ള പട്ടരല്ലേ അല്ലേ? അപ്പോ അതിൽ നിന്നാണ്. അതുപോലെ ക്രിസ്ത്യൻ ചേർച്ചിലും നിങ്ങൾ പോയാൽ തിരുമേനിയെ തന്നെയാ കാണാ, അവിടെയും തിരുമേനി തന്നെയാണല്ലോ പറഞ്ഞു. അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞു, ഈ ഭാഷയെ കാര്യമായി ജാതീയത സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്വാധീനിച്ചത് നമുക്ക് കാണാം ഭാഷയിൽ. അതുകൊണ്ടാണ് ഒരു കാലത്ത് അണ്ടനും അടകോടനും എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്കിലിയിലോ പത്രത്തിലോ എവിടെയോ വന്നു കഴിഞ്ഞപ്പോൾ VTRന് ഹാലിളകി. അണ്ടൻസ് ആൻഡ് അടകോടൻസ് എന്നാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉള്ളത്. വേറെ എവിടെയും അണ്ടനും അടകോടനും ഉപയോഗിക്കാറില്ല. നിങ്ങളാണ് അത് ആള് പ്രതി ഇവിടെ ഉണ്ട്. അപ്പോ ഇത് ഏകദേശം 6-8 മാസം ഭയങ്കര ചർച്ചയായിരുന്നു. ഈ അണ്ടനും അടകോടനും എന്ന് പറയുന്ന ആളുകളുടെ അകത്ത് ജാതിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കരമായ ചർച്ച. ഇത് VTR കാര്യമായി റേസ് ചെയ്തൊരു സംഗതിയായിരുന്നു. നമ്മുടെ ഭാഷയിൽ നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് VTR പറയാറുണ്ടായിരുന്നു. കൂടാതെ കറപ്ഷനെ കുറിച്ച് പറഞ്ഞു. അതായത് VTR പറഞ്ഞിരുന്നത് മോറൽ കറപ്ഷൻ, സോഷ്യൽ കറപ്ഷൻ, പൊളിറ്റിക്കൽ കറപ്ഷൻ ഇതൊക്കെ ഉണ്ടാവും. സാമൂഹ്യമായ പ്രശ്നം, പിന്നെ നമ്മുടെ മോറലായ പ്രശ്നം, അതുപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്റലക്ച്വൽ കറപ്ഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് അംബേദ്കർ VTR പറഞ്ഞിരുന്നത്. അദ്ദേഹം ഇന്ത്യാസ് ഇന്റലക്ച്വൽ ഡെസേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പുസ്തകം തന്നെയുണ്ട്, ചെറിയൊരു ലഘുലേഖയുണ്ട്. അപ്പോൾ ഇതാണ് വേറെ ഒരു സംഭവം. പിന്നെ ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇത് ഇവിടെ വന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു പോയതാണ്. കാര്യപ്പെട്ട പ്രസംഗകരൊക്കെ പറയുന്നിടത്ത് എനിക്ക് പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നുമില്ല എന്ന് എനിക്കറിയാം. പിന്നെ പറഞ്ഞിരുന്ന ഫെയ്ത്ത്ഫുൾ ആയ എനിമി ആണ് നല്ലത്. അതായത് വിശ്വസ്തനായ ശത്രു ആണ് നമുക്ക് നല്ലത്. BJPയെ കുറിച്ചാണ് പറയണത്, അല്ലെങ്കിൽ സംഘിനെ കുറിച്ച്. BJP എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണല്ലോ, സംഘാണല്ലോ പിന്നെയും കുറച്ചും കൂടെ മുമ്പുണ്ടായത്. അതുമല്ല, VTR അതിൽ നിന്നും കടന്ന് ജാതീയമായ പ്രശ്നങ്ങളെ, വർണ്ണവ്യവസ്ഥയെ അടക്കം
പറയുന്നതാണിത്. വാസ്തവത്തിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് VTR ഇത് പറയുന്നത്. അതായത് അതല്ലാതെ നിങ്ങളോട് സൗഹൃദം പിന്നെ അഭിനയിക്കുന്ന ഒരു പിന്നെ സുഹൃത്തുണ്ടല്ലോ, നിങ്ങളെ വഞ്ചിക്കാൻ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ പോലെയുള്ള ശത്രു, സൗഹൃദത്തിൽ നിൽക്കുന്ന ശത്രുവിനേക്കാൾ എപ്പോഴും നല്ലത് വിശ്വസ്തനായ ഒരു ശത്രുവാണ് എന്നുള്ളത് അദ്ദേഹം പറയും. കാരണം വളരെ നല്ല നിരക്കാണ് ബ്രാഹ്മിനിസം വർക്ക് ചെയ്യുക. ഞാൻ വർക്ക് ചെയ്തത് ഏകദേശം 10-18 കൊല്ലം വർക്ക് ചെയ്തത് ഗൗഡസാരസ്വത ബ്രാഹ്മണന്മാർ നടത്തുന്ന മണിപ്പാലിലാണ്. അവര് GSB എന്നാണ് അവരെ പറയുക. ഗൗഡസാരസ്വത ബ്രാഹ്മണന്മാർ കടൽക്കരയിൽ താമസിക്കുന്നതുകൊണ്ട് മത്സ്യം കഴിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതൊക്കെ നിർത്തി എന്നവർ പറയും. മുട്ടയും ഇതൊക്കെ നിർത്തി, ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ മുട്ട കഴിക്കും, അല്ലെങ്കിൽ മീനൊക്കെ നിർത്തി എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ വർക്ക് ഇരുന്നപ്പോൾ ഇതേതെങ്കിലും ഒരു ജാതിയെക്കുറിച്ച് പറയുന്നതല്ല, ഈ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കലും നേർക്ക് നേരെ ഒരു കാര്യം പറയില്ല. എന്നൊരു ഉദാഹരണമായിട്ട് പറയാം. പിന്നെ ഖുർആൻ ട്രാൻസ്ലേഷൻ്റെ മീറ്റിങ്ങിന് ഒരാളെ വിളിച്ചു എന്നാണ് പറയാം. അവിടെ കർണാടകയിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ കുറിച്ച് യൂസുഫ് അലിയുടെ പരിഭാഷ അത് ഉപയോഗിച്ച്. അപ്പോൾ ഇതേപോലെ ഒരു ബ്രാഹ്മണിക്കൽ ഇതിലുള്ള ഒരു ലീഡറിനെ വിളിച്ചപ്പോൾ ഇംഗ്ലീഷ് ഈസ് എക്സലൻറ്റ് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിലുപയോഗിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വളരെ നല്ലതാണെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കേട്ടവൻ വളരെ സന്തോഷമായി. നല്ല ഇംഗ്ലീഷാന്നല്ലേ പറഞ്ഞത്, ഖുർആൻ തുമ്പില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഇയാൾ മനസ്സിലാക്കിയത് ഇംഗ്ലീഷ് വളരെ, പിന്നെ കോഫി വാസ് വെരി നൈസ് എന്ന് പറഞ്ഞു. നല്ല കോഫി ആയിരുന്നു. അത് പറയാൻ അറിയാം. ആ രീതിയിൽ കോഫി നല്ലതായിരുന്നു എന്നും ഇംഗ്ലീഷ് നല്ലതായിരുന്നു പറയും. ഇത് ഡിബേറ്റിന് എടുക്കൂല. ഇത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ഡിബേറ്റ് ഉണ്ടാവുമല്ലോ. ആ ഡിബേറ്റിലേക്ക് ഒരിക്കലും വരുന്ന ഒരു രീതി ബ്രാഹ്മണിസത്തിന് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇനി എനിക്ക് ശേഷം പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഫദ്ലാക്കയാണെന്നാണ്. ഞാൻ നിർത്തുകയാണ്. സമയം ഏകദേശം 5:15. നമ്മൾ തുടങ്ങിയിട്ട് 2 മണിക്കൂറോളം സമയമായി തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. എസ്പെഷ്യലി വളരെ പ്രായം കുറഞ്ഞ ആളുകൾ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അധികവും എൻ്റെ പ്രായമുള്ളവരോ എന്നേക്കാൾ പ്രായമുള്ളവരാന്ന് തോന്നുന്നു കൂടുതലുള്ളത്. പിന്നെ വാസുവേട്ടനുള്ളതുകൊണ്ടൊരു ധൈര്യമുണ്ട്. പ്രായത്തിൻ്റെ കാര്യം ബേജാറാവാനില്ല. 95 വയസ്സായിട്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഇതിലേറെ സംസാരിച്ചിരുന്നു. ഫിലിം ഷോൻ്റെ അവിടെ 96ആണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. വളരെ സന്തോഷം, നന്ദി. നിങ്ങളെല്ലാവരും വളരെ ക്ഷമയോടെ കേട്ടിരുന്നതിന് നിർത്തുന്നു.